നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ നമുക്ക് കോടാനക്കോടി ക്യാഷ് കൊടുത്താലും വാങ്ങിക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയവർക്കേ അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കാൻ സാധിക്കൂ. അതുള്ളപ്പോൾ അതിൻ്റെ വില ഒരുത്തനും അറിയാൻ കഴിയൂല. അങ്ങനെയുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു. അത് മരണം വരെ നിലനിൽക്കാനാണ് ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ അള്ളാഹു കനിഞ്ഞാലല്ലേ നിലനിന്ന് കിട്ടുള്ളൂ. അത് നഷ്ടപ്പെടാതിരിക്കാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ കാര്യം ചെയ്താൽ അതൊരു ആത്മീയമായ പരിഹാരമാണ്. എത്രയോ ആളുകൾക്ക് അനുഭവമുണ്ട്. ഞാനിതൊക്കെ നിങ്ങളോട് പറയുകയാണ്. ഇത് ഞാനൊക്കെ ചെയ്യുന്നതാണ്, നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്, ജീവിതത്തിൽ ഉപകരിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ ചെയ്താൽ ഇത്തരം കുഞ്ഞു കുഞ്ഞു അറിവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുമ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ സമയം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്താലോ നമുക്ക് വലിയ നേട്ടങ്ങളും ഗുണങ്ങളാണ് ലഭിക്കാനും പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നു മുതൽ ഞാനും നിങ്ങളും പകർത്തുക. ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന കാലയളവ് മുതലേ ഇതിങ്ങനെ പകർത്തി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതിൻ്റെ അനുഭവം കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ പലപ്പോഴും ഇതിൽ നമ്മൾ പല വിഷയങ്ങളും പറയുമ്പോൾ നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്നുകൂടെയാണ് പറയുന്നത്. അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തീർച്ച അത് ഉപകരിക്കപ്പെടും. ഇൻഷാ അല്ലാഹ് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രം കാണാൻ സാധിക്കുന്നതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ബറക്കത്തും ഖൈറൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെയല്ലേ അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ കാഴ്ച ശക്തി എന്നുള്ളത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടായിട്ട് കാഴ്ചശക്തി മങ്ങിയവർ, കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർ, കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലും
ഇതര രാഷ്ട്രങ്ങളിലൊക്കെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവർ, എന്നിട്ടൊന്നും നമുക്ക് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും ആ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുകയോ അത് ആ പഴമയുടെ തനിമ പോലെ നിലനിൽക്കുകയോ ചെയ്യുന്നില്ല. അതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്, കോടാനക്കോടി കൊടുത്താലും നമുക്ക് ലഭിക്കാത്തൊരു കാര്യം നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്നുള്ളത്. ഈ കണ്ണിൻ്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു പോയാലാണ് അതിൻ്റെ വേദന അറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇരുട്ടാണ്. നിങ്ങളിപ്പോൾ ഒന്ന് സങ്കല്പിക്കുക, ഇപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹം, അള്ളാഹു മരണം വരെ നിലനിർത്താൻ വേണ്ടി എല്ലാവരും മനസ്സറിഞ്ഞ്, അള്ളാഹുവേ അനുഗ്രഹങ്ങളൊന്നും നീ എടുത്തു കളയല്ലേ, മരണം വരെ നിലനിർത്തണേ, ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ മരിക്കുന്നത് വരെ നിലനിർത്തണേ എന്നൊന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് അൽഹംദുലില്ല പറഞ്ഞിട്ടൊന്ന് ദുആ ചെയ്യും. അള്ളാഹു നമുക്ക് ഈ നൽകിയ അനുഗ്രഹങ്ങളൊക്കെ എടുത്തു പോയാൽ എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഇരുളടഞ്ഞ ജീവിതമാണ്. നിങ്ങൾ നോക്കൂ, എത്ര വിശാലമായ ഒരു ഹാളിലിരുന്നാലും, എത്ര വിശാലമായൊരു റൂമിലിരുന്നാലും നമ്മൾ ഏകാന്തമാണ്. ആ വിശാലത കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് എത്ര സൗകര്യം ലഭിച്ചിട്ടും കാര്യമില്ല. ഈ കണ്ണിൻ്റെ കാഴ്ച നമുക്ക് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വില അറിയൂല, നഷ്ടപ്പെട്ടാലേ അറിയുള്ളൂ. എത്ര പ്രതിസന്ധിയും പ്രയാസങ്ങളായിരിക്കും. നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ ഒരു വാല്യൂ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പം നമുക്കൊരു വസ്തുവിനെ കാണുമ്പോൾ അതിൻ്റെ 4 ഭാഗങ്ങളും കൂടെ കാണാം, 3 ഭാഗങ്ങൾ നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. നിങ്ങളിപ്പോൾ നോക്കൂ, ഇവിടുന്ന് നിങ്ങൾ നിങ്ങളുടെ റൂമിലോ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ എവിടെയാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു 3D ആയിട്ടുള്ള ഒരു 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 ഇമേജാണ് കാണാൻ പറ്റുക. നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഗ്ലാസിൻ്റെ 3 സൈഡും ഒരേ സമയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഒരു പവറാണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര വിലപിടിപ്പുള്ള ക്യാമറ വാങ്ങിച്ചാലും, കോടിക്കണക്കിന് വിലയുള്ള ക്യാമറകളുണ്ട്, ആ ക്യാമറാസ് വാങ്ങിച്ചാലും നമുക്കതിൽ നിന്ന് 3D ആയിട്ടുള്ളൊരു ഫോട്ടോ കിട്ടില്ല. 2 സൈഡും ഈ ഫ്രണ്ട് ഭാഗവും കാണാൻ പറ്റില്ല. നമുക്ക് ആ ഫ്രണ്ട് ഏരിയ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹ് നമുക്ക് നൽകിയ കണ്ണിൻ്റെ ലെൻസിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. എല്ലാം പോട്ടെ, എല്ലാവരുടെ കയ്യിലും ഐഫോൺ ഉണ്ട്. ഐഫോണാണ് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. നല്ല ഫോട്ടോ കിട്ടുമെന്നാണ് പറയുന്നത്. അതിനേക്കാളും വിലപിടിപ്പുള്ളതാണ് വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറകൾ. അതിലുള്ള ലെൻസുകൾക്കൊക്കെ എത്രയാ വില എന്നറിയോ? കോടിക്കണക്കിന് വിലയുണ്ട്. ആ കോടിക്കണക്കിന് വിലയുള്ള ലെൻസ് ഉപയോഗിച്ച് നമ്മളൊരു ഫോട്ടോ എടുത്താലും ആ ഫോട്ടോ നമുക്ക് അതിൻ്റെ ഒരു ഇമേജ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അള്ളാഹു നമുക്ക് ഇൻബിൽട്ടായിട്ട് ജന്മനാ നമുക്ക് നൽകിയ ഈ ലെൻസ് കൊണ്ട് നമുക്ക് എത്ര ദൂരത്തിലുള്ള കാഴ്ച കാണുന്നുണ്ട്. അത് ഒരു ഭാഗം മാത്രമല്ല, രണ്ടും കൂടെ കൃത്യമായി കാണുന്നുണ്ടെങ്കിൽ അതങ്ങനെ മരണം വരെ നമുക്ക് നിലനിന്ന് കിട്ടണം. അപ്പോഴാണ് നമുക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുക, ഒരുപാട് കാര്യങ്ങളിലേക്ക് മനസ്സ് തുറന്ന് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കാഴ്ചശക്തി മരണപ്പെടുന്നത് വരെ നഷ്ടപ്പെടാതെ നിലനിൽക്കാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ചില അമലുകളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ അതിന് ഫലമുണ്ടെന്ന് എത്രയോ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കൃത്യമായി വിശദീകരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ പുതിയ കാലത്താണല്ലേ, നിങ്ങളും ഞാനുമൊക്കെ സാധാരണയായിട്ട് നമ്മൾ മൊബൈൽ ഫോൺ എത്ര സമയമാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത്? അത് രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കുന്നു, പകൽ സമയങ്ങളിൽ ഉപയോഗിക്കുന്നു, ലൈറ്റ് ഉള്ള സമയത്ത് ഉപയോഗിക്കുന്നു, ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു സയൻറ്റിഫിക് സൈഡും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളുടെയും കയ്യിൽ നമുക്കൊന്നും വലിയ സാമ്പത്തിക ശേഷിയില്ല വലിയ മൊബൈൽ ഫോണൊന്നും വാങ്ങിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോണ് ഒരു പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആയിരിക്കും. LCD ഡിസ്പ്ലേ ആണെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന ആ ലൈറ്റ് കാരണമായിട്ട് നമ്മുടെ കാഴ്ചശക്തിക്ക് അത് പ്രതികൂലമായി കാഴ്ചശക്തി നഷ്ടപ്പെടാനൊക്കെ കാരണം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നതല്ല, അത് ശാസ്ത്രം പറയുന്നതാണ്. അത് സ്ഥിരമായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലോ ലൈറ്റ് കണ്ടീഷനിലൊക്കെ വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ നിന്ന് ലൈറ്റ് ഓഫാക്കിയ ഏരിയയിൽ നിന്നൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ യൂസാക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കാഴ്ചശക്തി പെട്ടെന്ന് മങ്ങിപ്പോകാനും അത് ബ്ലറാവാനൊക്കെ സാധ്യതയുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വായിച്ചിട്ടുണ്ട്, ഇനി വരുന്ന തലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനിച്ച് വളരുന്ന കുട്ടികളൊക്കെ മൊബൈൽ ഫോണിലും ഗാഡ്ജറ്റുകളിലും സ്ക്രീനുകളിലുമാണ്.
അതുകൊണ്ട് തന്നെ അവരെല്ലാ സമയത്തും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് കാഴ്ചയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മുൻകാലങ്ങളിലെ ആളുകൾക്ക് വന്നതിനേക്കാളും കൂടുതൽ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. കാരണം അവർ മുഴുസമയം ഇതിലായതുകൊണ്ട് അത് കാഴ്ചശക്തിക്ക് അത് ഹാംഫുള്ളാണ്, അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുതിയ കാലത്ത് ഇങ്ങനെ കാഴ്ചശക്തി നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അത്തരം സാഹചര്യത്തിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന നല്ല അമലാണ് നമ്മുടെ ഈ രണ്ട് കണ്ണുകളുടെയും കാഴ്ച. റബ്ബ് സുബ്ഹാനഹു വ തആല അത് തിരിച്ചെടുക്കാതെ അത് മരണം വരെ നിലനിന്ന് കിട്ടാൻ ഇതുകൊണ്ട് കാരണമാകുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് കൃത്യമായി വിശദീകരിക്കാം. ഞാനതിൻ്റെ എന്താ ദുആ ചെയ്യാനുള്ള പദങ്ങളോ മറ്റൊന്നും എഴുതി തയ്യാറാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങളത് മനസ്സിലാക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരാൾ അവരുടെ 2 തള്ളവിരലിൻ്റെയും മുകൾ ഭാഗത്ത് നഖങ്ങളിൽ അവിടെ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്, സൂറത്തു ഖാഫ് എന്ന് പറയുന്ന സൂറത്തിൻ്റെ 22-ാമത്തെ ആയത്ത്, സൂറത്തു ഖാഫിലെ 22-ാമത്തെ ആയത്ത്, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ എന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ ബാക്കി ഭാഗം ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ് എന്നീ പറയുന്ന ആയത്ത്, അത് വളരെ ആത്മാർത്ഥമായിട്ട് 7 തവണ ചൊല്ലിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് അതോടൊപ്പം ഓരോ വട്ടവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തും ചൊല്ലിയിട്ട് അത് പെരുവിരലിൽ തള്ളവിരലിൽ ഇങ്ങനെ ചുംബിച്ച് അത് അവരുടെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ, നമ്മൾ മർഹബൻ ബി ഹബീബി വ ഖുറത്തി ഐനീന്ന് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണെന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ചെയ്യുന്നത് പോലെ തടവുകയും ചെയ്താൽ കണ്ണിന് കാഴ്ചശക്തി കൂടുകയും കണ്ണിൻ്റെ രോഗങ്ങൾക്ക് ശമനമുണ്ടാവുകയും ചെയ്യും. ബി ഇദ്നില്ലാഹി തആല. സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികളുള്ളവർ, തിമിരമുള്ളവർ, കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയവർ, കാഴ്ചശക്തി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നവർ, കാഴ്ചയുമായി കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ, എല്ലാവരുടെയും രോഗങ്ങൾ ഈ അമൽ കാരണമായിട്ട് ഷിഫയാക്കി തരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് ഷിഫ നൽകട്ടെ. അപ്പോൾ നമ്മളിത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം. ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ഒരു വലിയ മഹാത്മാവ് കാണുന്നുണ്ട്. ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോൾ ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ അപ്പോൾ പറഞ്ഞു, ഒരാൾ അവരുടെ 2 തള്ളവിരലുകളുടെ നഖത്തിൽ ഇങ്ങനെ മുത്തമിട്ടതിന് ശേഷം അത് 2 കൊണ്ടും കണ്ണുകളിൽ തടവിയാൽ കണ്ണു രോഗങ്ങൾ ഒരിക്കലും ഉണ്ടാകൂല. അത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് വാങ്കൊടുക്കുന്ന സമയത്ത് ആ വാങ്കുവിളിയിൽ മുഹമ്മദ് എന്ന് കേൾക്കുന്ന സമയത്ത് അവിടെ അത് കഴിഞ്ഞതിൻ്റെ ഉടനെ മർഹബൻ ബി ഹബീബി വ ഖുറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലിയിട്ട് 2 പെരുവിരലുകളിൽ ചുംബിച്ച് കണ്ണുകൾ തടവിയാൽ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകൂല എന്ന് ഷാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥം ഫത്ഹുൽ മുഈനിനെ വ്യാഖ്യാനിച്ച് മുഹമ്മദ് ഷത്തദ്ദമിയാത്തി സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ ഇആനത്തു ത്വാലിബീനിൽ ഈ വിഷയം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വേറെയും ഒരുപാട് കിതാബുകളിൽ ഇതുണ്ട്. അതുപോലെ തന്നെ ഖളർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ ഒരു പുണ്യാത്മാവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു അമല് കൂടെയാണ് ഇത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുക. 2 രൂപങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണമായിട്ട് നാം അനുഭവിക്കുന്ന കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് അല്ലാഹു വലിയ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇത് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർക്ക് മാത്രമല്ല, ഈ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഈ വരാതിരിക്കാൻ, മരിക്കുന്നത് വരെ അതൊന്നും നഷ്ടപ്പെട്ടു പോകരുത്, നഷ്ടപ്പെടാതിരിക്കാൻ അതിൻ്റെ വാല്യൂ നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അതാണ്, മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് അതിൻ്റെ ആ ഒരു നമ്മൾ അനുഭവിക്കേണ്ട ആ പ്രയാസം നമുക്ക് തിരിയുള്ളൂ. കാഴ്ചശക്തി ഇല്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഒരു കാര്യം ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ ഫോണിലാണ് സമയം ചെലവഴിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ആ ഫോൺ പോലും എടുത്തു നോക്കാൻ പറ്റില്ല. അതൊരു വലിയ വിഷയമല്ല. ഞാനൊരു ഉദാഹരണം പറയും. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല ഒന്നൊരു 2-3 സ്റ്റെപ്പ് നടക്കാൻ കഴിയുമോ ശരിക്കും ആത്മവിശ്വാസത്തോടു കൂടെ? എന്തെങ്കിലും ഒരു കാര്യം, എല്ലാം പോട്ടെ, എത്ര പുണ്യകരമായ കർമ്മങ്ങളുണ്ട്, നോക്കൽ സുന്നത്തുള്ള എത്രയോ കാര്യങ്ങൾ.
ഇനി പോട്ടെ, നമ്മൾ പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കണേ, ശരിയാവണ്ണം ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ നോക്കി പാരായണം ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ നോക്കിയാൽ ചെറുതും വലുതുമായ എത്രയോ ഇബാദത്തുകൾ കാഴ്ചശക്തി നഷ്ടപ്പെടലോടുകൂടെ നമുക്ക് ചെയ്യാൻ, പൂർണ്ണമായ അർത്ഥത്തിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ അതിനൊക്കെ, അങ്ങനെ കാഴ്ചയില്ലാത്തവർക്കൊക്കെ അത് ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുക. ഇതിങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. വാങ്ക് കൊടുക്കുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ മർഹബൻ ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് കണ്ണുകൾ തടവുക, വിരലുകൾ ചുംബിച്ച് അങ്ങനെ തടവിയാൽ ആ രോഗങ്ങൾ ശിഫയാകുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ ഫലം ലഭിക്കുന്ന എത്രയോ അമലുകൾ ഇതുപോലെയുള്ളതുണ്ട്. ഇത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏതോ കിതാബുകളിലൊക്കെ വലിയ വലിയ മഹത്തുക്കൾ എഴുതി വച്ചതാണ്. അതൊക്കെ നമ്മൾ അറിയുമ്പോൾ അത് എവിടെയെങ്കിലും നോട്ടിലൊക്കെ എഴുതി വെച്ച് ചെയ്യുക. ഇതിനർത്ഥം ഇപ്പം അങ്ങനെയാണല്ലോ, ഇനിയിപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണ്ട, കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട, കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടെങ്കിൽ എന്തും ചെയ്യേണ്ട, ഈ ഖുർആൻ്റെ ആയത്ത് ഓതിയാൽ മതി എന്നൊന്നുമല്ല. എന്താണ് ചില ആളുകളൊക്കെ അങ്ങനെ മനസ്സിലാക്കുന്നു, അതൊന്നുമല്ല നമ്മൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇതൊക്കെ ഒരു ആത്മീയമായ ഒരു വഴിയാണ്. നമ്മൾ ഡോക്ടറെ കാണിക്കലോടുകൂടെ, മെഡിസിൻ കഴിക്കലോടുകൂടെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, വിശ്വാസികളാണ്, കണ്ണുകൊണ്ട് കാണാത്ത റബ്ബിനെ വിശ്വസിക്കുന്നവരാണ്, മരണം കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അതിനിടയിൽ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊന്നും ചെയ്യണ്ടെന്നല്ല, നല്ല ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. ഡോക്ടറെ കാണിച്ച് അവർ പറയുന്ന ട്രീറ്റ്മെൻ്റ് അനുസരിച്ച് നമ്മൾ ജീവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് മരണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ സ്വന്തം ശരീരത്തെ നാശത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ ശിക്ഷ വരെ നമുക്കുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ഇതിനെ മനസ്സിലാക്കണ്ട. ഇത് നമ്മൾ ഡോക്ടറെ കാണിക്കലോടുകൂടെ തന്നെ നമുക്ക് ചെയ്യാവുന്ന അമലുകളാണ് ഈ പറയുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെല്ലാം. അങ്ങനെ ഒരുപാട് കിതാബുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഇത് പ്രബലമായ ഹദീസിൻ്റെ കിതാബുകളിലൊന്നും കാണൂല. ഇതിങ്ങനെ അങ്ങനെയുള്ള ചില വിഷയങ്ങളൊന്നുമല്ല ഇത് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്ന മഹാന്മാരുടെ ചില വാക്കുകളും ഉദ്ധരണികളുമാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഫലം ലഭിക്കും. മറ്റൊരു അമൽ നമ്മൾ പറയാം. അഥവാ നമ്മൾ കാഴ്ചക്കുറവോ മറ്റോ നേത്രവുമായി ബന്ധപ്പെട്ട, കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉള്ളവർ, അതേപോലെ തന്നെ കാഴ്ചക്കുറവുള്ളവർ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നേത്രരോഗങ്ങളുള്ളവർ, വേറെ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിലേക്കൊക്കെ എത്തുന്നൊക്കെ സന്ദർഭമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ മാസപ്പിറവി ആദ്യത്തെ ദിവസം തന്നെ നോക്കിക്കാണുക എന്നുള്ളതാണ്. മേഘത്തോടുകൂടെ കണ്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ ആ ഫസ്റ്റ് ഹിലാൽ, ഫസ്റ്റത്തെ കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം കാണട്ടെ. അന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം കാണട്ടെ. അന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നാണോ എനിക്ക് കാണാൻ പറ്റുന്നത് അന്ന് കാണട്ടെ. മൂന്നാം ദിവസമൊക്കെ കാണട്ടെ. കണ്ട ഉടനെ വലതു കൈ കൊണ്ട് കണ്ണുകളിൽ തടവിയിട്ട് ഫാത്തിഹ 10 തവണ ബിസ്മിയോടുകൂടെയും ആമിയോടുകൂടെയും ഓതുക. ഇഖ്ലാസ് സൂറത്ത് 3 തവണ ഓതുക. പിന്നെ 7 തവണ ഫാത്തിഹത്തുൽ കിതാബി ഷിഫാഉം മിൻ കുല്ലി ദാഇൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എന്താണ് ഫാത്തിഹത്തുൽ കിതാബി ഷിഫാഉം മിൻ കുല്ലി ദാഇൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഫാത്തിഹത്തുൽ കിതാബി ഷിഫാഉം മിൻ കുല്ലി ദാഇൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. എത്ര തവണ ചൊല്ലണം? അത് 7 തവണ ചൊല്ലണം. അപ്പോൾ എന്താണ് പറഞ്ഞത്? കാഴ്ചക്കുറവുള്ളവരെ, നേത്രരോഗങ്ങളുള്ളവരെ, അവരത് സുഖപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാസപ്പിറവി ആദ്യ ദിവസം തന്നെ മേഘത്താൽ നോക്കിക്കാണട്ടെ. അങ്ങനെ കാണുന്നില്ലെങ്കിൽ 2-ാം ദിവസം കാണട്ടെ. അങ്ങനെ കാണുന്നില്ലെങ്കിൽ 3-ാം ദിവസം കാണട്ടെ.
കണ്ടയുടനെ വലതുകൈ കൊണ്ട് കണ്ണുകളിൽ തടവിയിട്ട് ഫാത്തിഹ 10 തവണ പാരായണം ചെയ്യണം, ബിസ്മി കൂട്ടണം, ആമീൻ പറയണം. അത് കഴിഞ്ഞ് ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്യണം. പിന്നെ 7 തവണ ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാഇൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് യാ റബ്ബി എന്നും പിന്നെ ഖവ്വി ബസരി അല്ലാഹുമ്മ ശ്ഫി അൻത ഷാഫി ലാ ഷിഫാ അല്ലാഹുമ്മ ക്ഫി അൻതൽ കാഫി അല്ലാഹുമ്മ ആഫി അൻതൽ മുആഫി എന്ന് ചൊല്ലണം. മറ്റു രോഗങ്ങൾ സുഖപ്പെടാനും ഇത് തന്നെ മതി. രോഗങ്ങളൊക്കെ സുഖപ്പെടാനും ഇത് മതി എന്ന് പറയുന്നുണ്ട്. മരണമാസന്നമല്ലാത്ത ഏതു രോഗവും അതുകൊണ്ട് സുഖപ്പെടും. മരണമാസന്നമായൊരു രോഗി മരണത്തിലേക്ക് ഖളാ എത്തിക്കിടക്കുന്നയാളുടെ രോഗമല്ലാത്ത എല്ലാ രോഗങ്ങളും സുഖപ്പെടാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഒരമലാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മാസപ്പിറവി കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ട ഉടനെ 2 കൈകൊണ്ടും കണ്ണുകളിൽ തടവിയിട്ട് ഫാത്തിഹ 10 തവണ ബിസ്മിയോടെയും ആമീനോട് കൂടെയും ഓതുക. ഇഖ്ലാസ് സൂറത്ത് 3 തവണ ഓതുക. 7 തവണ ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാഇൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പറയുക. യാ റബ്ബി എന്ന് പറഞ്ഞ് ഖവ്വി ബസരി എന്ന് പറയുക. അതിൻ്റെയൊക്കെ അർത്ഥം വളരെ പവിത്രമേറിയ അർത്ഥമാണ്, നമ്മുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അർത്ഥമാണ്. അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ശ്ഫി അൻത ഷാഫി ലാ ഷിഫാ അല്ലാഹുമ്മ ക്ഫി അൻതൽ കാഫി അല്ലാഹുമ്മ ആഫി അൻതൽ മുആഫി എന്നും ചൊല്ലുക. അപ്പോൾ അത് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളും അല്ലാത്ത രോഗങ്ങളൊക്കെ സുഖപ്പെടാൻ കാരണമാകും എന്നുള്ളതാണ്. ഇനി നോക്കൂ, ഈ കാഴ്ചശക്തിയുടെ ബുദ്ധിമുട്ട് കാരണം വായിക്കാൻ പ്രയാസമുള്ളവർ, എഴുതാൻ കഴിയാത്ത ആളുകൾ ശരിക്കും കാണണമല്ലോ, ലോങ് വിസിബിലിറ്റിയൊക്കെ ലോങ്ങിലേക്കുള്ള കാഴ്ചയൊന്നും ഇല്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല മുജറബായൊരു അമലുണ്ട്. വളരെ ശ്രേഷ്ഠമേറിയ ഒരു അമലാണ്. എന്താണെന്ന് ചോദിച്ചാൽ അത് വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച് ആ ജുമുഅ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട് ഖുതുബക്ക് മുമ്പായിട്ട് യാ ബസീർ എന്ന് 100 തവണ ചൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ ആ വിഷയത്തിന് വലിയ പരിഹാരം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കാഴ്ചയുമായി ബന്ധപ്പെട്ട് രോഗങ്ങളുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അത്ഭുതകരമാകുന്ന ചില അമലുകളാണ് പറഞ്ഞത്. ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. ഇത് ഒരു മിറാക്കിളൊക്കെ സംഭവിക്കാൻ കാരണമാകും. ഏതു ചിന്തയിൽ നിന്നാണ് ചിന്തിക്കേണ്ടത്? ഒരാണിൻ്റെ സ്പർശം കൂടാതെ മക്കളെ നൽകിയ റബ്ബിന് കഴിയാത്തതായിട്ടൊന്നുമില്ല അല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചന്ദ്രനിങ്ങ് പിളർന്ന് കാണിച്ചു കൊടുത്തില്ലേ? എങ്ങനെയത് കാണിച്ചു കൊടുത്തത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക കൽപ്പനയുണ്ടായപ്പോൾ അത് നടന്നു. അതൊക്കെ ഒരു മിറാക്കിളാണ്, അത്ഭുതം സംഭവിക്കുന്നതാണ്. അത്തരം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകും ഇത്തരം പവർഫുള്ളായിട്ടുള്ള അമലുകളുമായിട്ട് നാം ബന്ധപ്പെടുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇൻഷാ അല്ലാഹ്. കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ളവരൊക്കെ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.